നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതായത് അവർ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ്, അതേസമയം അവർ നമുക്ക് വലിയ രീതിയിൽ ജീവിതത്തിൽ ഉപദ്രവങ്ങൾ ചെയ്യുകയും നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ അവരോടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ചുകൊണ്ട് ഇതൊക്കെ എൻ്റെ വിധിയാണ് എന്നെങ്കിലും അവർ തങ്ങളുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി സ്വഭാവം മാറ്റും, നമ്മളെ ഒരിക്കൽ അവർ മനസ്സിലാക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തികൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ്. ഇതിലേത് ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്. ഭൂരിപക്ഷം പേരും ആദ്യത്തെ ഓപ്ഷനായ എല്ലാം നിശബ്ദം സഹിച്ചുകൊണ്ട് അതിലെ ബുദ്ധിമുട്ടുകളെ കൊണ്ട് പരാതി പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു റിസ്ക്കും എടുക്കേണ്ടി വരില്ല. നമ്മുടെ ജീവിതം എങ്ങനെയാണോ പോകുന്നത് അതേ രീതിയിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി ആ ആളുകളുടെ യഥാർത്ഥ സ്വഭാവത്തെ പറ്റി പുറത്ത് മറ്റുള്ളവർക്ക് അറിവുണ്ടെങ്കിൽ അവരുടെ വകയായി നമുക്ക് ചിലപ്പോൾ ചില അഭിനന്ദനങ്ങളും സഹതാപവും ഒക്കെ കിട്ടിയെന്നിരിക്കും. അത്തരം ഒരു ബന്ധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മളിൽ ഭൂരിപക്ഷം പേരും ഈ ഒരു രീതിയാണ് പിന്തുടരുന്നത്. കാരണം അതാണ് ഏറ്റവും എളുപ്പ വഴി. പക്ഷേ ഈ രീതി എല്ലായിടത്തും ചെയ്താൽ ശരിയാവണമെന്നില്ല. നമ്മൾ ഒരിടത്ത് പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമുക്ക് അവരോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആവരുത്. പകരം ആ ആളുകളുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതിനെ കൂടി അടിസ്ഥാനമാക്കിയാവണം. അതായത് നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് അവർ അതിനെ നമ്മുടെ നല്ല മനസ്സായി കണക്കാക്കി അവരുടെ മോശം പെരുമാറ്റം മാറ്റി നല്ല പെരുമാറ്റത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അതവിടെ ഗുണമാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ക്ഷമ കൊണ്ട് ഒരാൾ അവിടെ നല്ല സ്വഭാവത്തിലേക്ക് വന്നു. എന്നാൽ നമ്മൾ ഒന്നും പ്രതികരിക്കാതെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ നമ്മളോടുള്ള പെരുമാറ്റം കൂടുതൽ മോശമാവുകയാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊന്നും മിണ്ടാതെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കഴിവുകേടായി കണക്കാക്കി അവർക്ക് നമ്മളോട് കൂടുതൽ ഉപദ്രവങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് അവരെടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ വെറുതെ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. അതായത് ക്ഷമ ഒരു നല്ല ഗുണമാണ്, പക്ഷെ അത് നമ്മൾ അർഹതപ്പെട്ടവർക്കല്ല നൽകുന്നതെങ്കിൽ അത് പിന്നീട് നമുക്ക് വലിയ രീതിയിൽ ദോഷം ഉണ്ടാക്കുകയും ചെയ്യും. അവരോട് ക്ഷമിച്ചത് തെറ്റായി പോയി എന്ന് പിന്നെ നമ്മൾ പശ്ചാത്തപിക്കേണ്ടി വരും. അതുകൊണ്ട് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായും നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാവണം. ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടതെന്നുള്ളത് ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കുക. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം, നമുക്ക് ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾ എടുത്ത് അതിൽ ഉറച്ചു നിൽക്കാം, ആവശ്യമെങ്കിൽ അവിടെ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാം. അങ്ങനെ ഏതാണോ നമുക്ക് വേണ്ടത് അങ്ങനെ ചെയ്യുക. എന്നാൽ പ്രതികരിക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ ഒരു റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. ആ റിസ്ക് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമുക്കൊരു പക്ഷേ നമ്മളെ ഉപദ്രവിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളെ കൊണ്ട് മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമ്മൾ അവിടെ പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ അത് മറ്റു പലയിടത്തു നിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സമ്മർദ്ദങ്ങളായും കുറ്റപ്പെടുത്തലുകളായും അപമാനങ്ങളായും അങ്ങനെ ഏത് രീതിയിലും ആവാം. നമ്മൾ ആ ഒരു ബന്ധത്തിൽ പല വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് തുടർന്നു പോയപ്പോൾ ഒരു വാക്കുപോലും പറയാത്തവരൊക്കെ നമ്മൾ അവിടെ പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ നമുക്കെതിരായി നിരന്നു നിന്നു വരും. അതിൽ മറ്റു ബന്ധുക്കളുണ്ടാവാം, സമൂഹമുണ്ടാവാം, ചിലപ്പോൾ മതത്തിൻ്റെ ആളുകളുണ്ടാവാം. അങ്ങനെ ആര് വേണമെങ്കിലും അതിൽ ഉൾപ്പെട്ടു എന്നിരിക്കും. ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ചേർന്നുള്ള ഉപദ്രവങ്ങളെ പറ്റി വിശദമായ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പ്രതികരിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ഇതൊക്കെ നേരിടാൻ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കണം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിൽ പലരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കാൻ മടിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. നമുക്ക് ഇന്ന് സമൂഹത്തിൽ ലഭിക്കുന്ന അവകാശങ്ങളിൽ പലതും നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നില്ല. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതിക്കും അന്യായത്തിനുമൊക്കെ എതിരെ നമ്മുടെ പൂർവികരിൽ പലരും പ്രതികരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്ന ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയത്. പലർക്കും അത് നേടി അവരുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല. പക്ഷേ അന്ന് അവർ അതിന് തയ്യാറല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളും അതേ വ്യവസ്ഥിതിയിൽ തന്നെ തുടരേണ്ടി വന്നേനെ. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പ്രതികരിക്കാൻ ഒട്ടും തന്നെ മടി വിചാരിക്കരുത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളിൽ തീർച്ചയായും പ്രതികരിച്ചു തുടങ്ങിയേ പറ്റൂ.
പൂർവികർ ചെയ്ത കാര്യങ്ങളുടെ പ്രയോജനം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് പോലെ നമ്മൾ അങ്ങനെ ചെയ്താൽ അത് നമുക്ക് മാത്രമാവില്ല പ്രയോജനപ്പെടുന്നത്, നമ്മുടെ തലമുറകൾക്ക് കൂടി ഉപകാരപ്പെടും. കാരണം നമുക്കെതിരെ നടക്കുന്ന എല്ലാ അനീതിയും അന്യായവും നിശബ്ദം സഹിച്ച് നിസ്സഹായരായി ഇതൊക്കെ എൻ്റെ വിധിയാണ്, ഞാൻ അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ കണ്ടാവരുത് നമ്മുടെ മക്കൾ വളരേണ്ടത്. അനീതിക്കെതിരെ പ്രതികരിച്ച് നമ്മൾ അവർക്കൊരു മാതൃക കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നാളെ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു അന്യായം നേരിടേണ്ടി വന്നാൽ അവരും നമ്മളെപ്പോലെ എല്ലാം മിണ്ടാതെ സഹിച്ച് വിധിയെ പഴിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തു വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ജീവിതത്തിൽ ആ ഒരു മാറ്റത്തിന് മുൻകൈ എടുക്കാൻ ഞാൻ തയ്യാറാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.